ഹലോ ഗൈസ്, ഇന്ന് ഈ പിച്ചിപ്പറിച്ചെടുക്കുന്നതാണ് ഇവൻ്റെ പഴയ നോട്ടീസ് ബോർഡ്. നോട്ടീസ് ബോർഡ് എന്ന് വെച്ചാൽ ഒരു ചെറിയ മരക്കഷ്ണം. അതിനെ ഞാൻ A4 ഷീറ്റൊക്കെ വെച്ച് കവർ ചെയ്ത് കുറച്ച് ഭംഗിയാക്കി വെച്ചിരുന്നു. അതിപ്പോൾ അത്യാവശ്യം നാശമായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മേക്ക് ഓവർ കൊടുക്കാം എന്ന് ഞാൻ കരുതി. എന്തായാലും ആശൻ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. ഇതിവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. മമ്മിയും മോനും പ്രാർത്ഥിക്കും. നല്ല കാര്യമല്ലേ? അപ്പം ഞാനും പ്രോത്സാഹിപ്പിക്കും കേട്ടോ. എനിവേ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം പഠിത്തം തുടങ്ങിയിരിക്കുകയാണ്. അതും ഒരുപാട് നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ പഠിക്കാനിരിക്കുമ്പോൾ സർപ്രൈസസ് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബി ആയതുകൊണ്ട് തന്നെ അവൻ്റെ നോട്ടീസ് ബോർഡിനെ ഈ പരുവത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാകാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഫേവറേറ്റ് കളറായ ഗ്രീനാണ് ഞാൻ ആദ്യം അടിച്ചത്. പക്ഷേ അത് പകുതി ആയപ്പോഴേക്കും തീർന്നു പോയി. പിന്നെ അതിൽ യെല്ലോ മിക്സ് ചെയ്ത് അടിച്ചു. എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ മൊത്തത്തിൽ ഡബിൾ ഷെയ്ഡാക്കി ഞാനതിനെ മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുവിധം നോട്ടീസ് ബോർഡിനെ സെറ്റാക്കിയിട്ടുണ്ട്. ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടേബിളിൻ്റെ മുകളിൽ നിരന്നിരിക്കുന്നത് അവനൊരു ഹരം വന്നോട്ടെന്ന് കരുതി അവന് ഇഷ്ടമുള്ള ടാൻജുറോനെയും പിന്നെ ഏതൊക്കെയോ ക്യാരക്ടേഴ്സിനെയും അവന് ഇഷ്ടമുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ടൈം ടേബിൾ കൂടി അവൻ ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ക്രിസ്മസ് സ്റ്റാറും വെച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ആ ബബിൾ ചെയ്യുന്ന സാധനമില്ലേ, അത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സ്പിന്നേഴ്സൊക്കെ ആ ബോക്സിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും ബോറടിക്കുക ഡിവേറ്റ് ചെയ്യുക ചെയ്താൽ അത് വെച്ച് കളിക്കാം എന്ന് ഞാൻ കരുതി. പക്ഷേ ഇതിപ്പോൾ കളി മാത്രമായി മാറുന്നുണ്ടോ എന്നൊരു സംശയം. എൻ്റെ കുറേ പഴയ ബുക്സും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ പഠിച്ച ബുക്കാണ് കുട്ടി മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്നറിയുമ്പോൾ ഒരു മോട്ടിവേഷൻ ആയാലോ. അതിനുശേഷം ഞങ്ങൾ ആ സ്ട്രെയിന് തീർക്കാനായിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചങ്ങ് ചില്ല് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതൊരു വലിയ സംഭവമല്ല എന്ന് എനിക്കും അറിയാം. പിന്നെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് വെച്ച് കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ ഏതായാലും ബൈ ബൈ.